ഇപ്പോൾ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പേ എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പമാണ്. അങ്ങനെ കൊച്ചി എയർപോർട്ടിനകത്ത് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ട്. അതുപോലെ ഞാൻ കോവിഡ് കാലം അല്ലെങ്കിൽ കൂടി ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊച്ചോ ആയിട്ടൊക്കെ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടത്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റുകൾ പറയാനുള്ളത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യു ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം ആവശ്യമുള്ളതായത് നമ്മൾ യു ഡ്രീംസിൻ്റെ മറ്റൊരു തലത്തേക്ക് എടുത്ത് പതിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പുതിയൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂറോപ്പിലോട്ട് വിസ കിട്ടി പോവുകയാണ്. 2 വിസ റിജക്ഷന് ശേഷം ഞാൻ വീണ്ടും തളരാതെ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കോവിഡിൻ്റെ സമയത്ത് UK പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മാത്രമല്ല നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, അതൊക്കെ നിർബന്ധമായിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഒരു ട്രാവൽ വ്ളോഗ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ട്രാവൽ വ്ളോഗ് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്. ഫാമിലിയുടെ എൻ്റെ ഒരു ചെറിയ കൊച്ചുണ്ട് എനിക്ക്. അപ്പോൾ പുള്ളിക്ക് ഒരു തരത്തിലും എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ തരുമെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ഒരു എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ തന്നെ താഴത്ത് ഒരു നല്ലൊരു ഹോട്ടൽ റൂം എടുത്തു. കാരണം കുട്ടിയുള്ളതുകൊണ്ട് വെളിയിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഏകദേശം നല്ലൊരു ലേ ഓവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ റൂം എടുത്തിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പേ എത്തിയിട്ടേ ഉള്ളൂ. ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കൊച്ചിയിലെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. വേറൊന്നും കൊണ്ടല്ല, വളരെ വളരെ ഇമോഷണലായിട്ട് ആണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പമാണ്. അങ്ങനെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അത് എല്ലാ വ്ളോഗേഴ്സിനും കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ ഞാൻ ഒരു ഹോട്ടൽ റൂം എടുത്തുകൊണ്ട് ഒരാൾ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പുറത്ത് തന്നെയാണുള്ളത്. അപ്പോൾ അവർ പാസഞ്ചർ ലൊക്കേറ്റർ ഫോം ഫില്ലപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് കടക്കാം, അതിലോട്ട് വരാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചി എയർപോർട്ടിനകത്ത് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടായി എന്നൊന്നും വരില്ല. നമ്മൾ പല വീഡിയോസിലും കാണുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും കിട്ടിയെന്നില്ല, വരുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക്, കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ട് വരിക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ മച്ചന്മാരെ നെഗറ്റീവ് അടിക്കുന്നതല്ല. ഒരുപാട് കുട്ടികൾക്ക് ഇല്ലാതെ ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ പോലെ. ഇപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു ഇൻ്റർവ്യൂ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. എൻ്റെ അടുത്ത് ചോദിച്ച വൈഫിൻ്റെ ക്യാസ് മാത്രം ചോദിച്ചു, അതുപോലെ കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ്. ചിലവരുടെ അടുത്ത് ജാതകം മാത്രം ചോദിച്ചില്ല, ബാക്കി എല്ലാം ചോദിച്ചിട്ടുണ്ട്. അവരുടെ പേപ്പേഴ്സും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ വലിച്ചിട്ടിട്ട് ചെക്ക് ചെയ്ത് കൊടുത്തിട്ടേ അവരവിടെ നിന്ന് വിട്ടാക്കിയുള്ളൂ. ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞാനൊരു വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനും. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളുടെ എക്സ്പീരിയൻസ്, ഈ കോവിഡ് കാലത്ത് UK പോകുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതും, അതേപോലെ തന്നെ ഇപ്പോൾ കോവിഡ് കാലം അല്ലെങ്കിൽ കൂടി ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നു. അതേപോലെ അറിയാം, എസ്പെഷ്യലി ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊച്ചോ ആയിട്ടൊക്കെ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്, നിർബന്ധമായിട്ട് കാണണം. അപ്പോൾ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇന്നൊരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്. നല്ല ചാർജാണ്, നല്ല കോസ്റ്റ്ലിയാണ്. ഒരു പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറിന് വേണ്ടിയിട്ടാണ്, ഒരു 4-5 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഒരു 5,000-6,000 രൂപ അങ്ങോട്ട് കയ്യിൽ നിന്ന് പൊട്ടും. ഓക്കെ, നമുക്ക് കൊച്ചി എയർപോർട്ടിൽ ചോദിച്ച ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം. ഇന്ന് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് UK പോകുന്നത്. എൻ്റെ മെയിൻ
പോകുന്ന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഏജൻസിയാണ് യു ഡ്രീംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അതിലൂടെ പോകുന്ന കുട്ടികൾക്കും പിന്നെ എൻ്റെ പാർട്ട്ണർ ഏജൻസീസ് ഉണ്ട്. ഞാനൊരു ഏജൻസി തുടങ്ങിയെന്ന് വെച്ചിട്ട് എൻ്റെ പാർട്ട്ണർ ഏജൻസീസിനെയൊന്നും നമ്മൾ ഒരിക്കലും വിടാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്കും അവരെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ചുമതലയാണ് നമ്മൾ ഇനിയോട്ട് നിറവേറ്റാനായിട്ട് പോകുന്നത്. അക്കോമഡേഷൻ ആണെങ്കിലും എയർപോർട്ട് പിക്കപ്പ് ആണെങ്കിലും അക്കോമഡേഷനൊക്കെ വൻ ദുരന്തങ്ങളാണ് അനുഭവപ്പെടുന്നത്. അവരൊക്കെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ വൻ അക്കോമഡേഷൻ പേരിൽ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ മാക്സിമം പോകുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം. ഇപ്പോൾ ഞാനവിടെ പോയിട്ട് ഫുള്ളായിട്ട് കറങ്ങിയെടുത്ത് വ്ളോഗ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. നടക്കുമെന്നൊന്നും അറിയില്ല. കയ്യിലെന്നാണെങ്കിൽ 5 ഫണ്ടില്ല, പൈസയില്ല. ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ മാക്സിമം NI ജോബ്സും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിയാൽ അതും ഇതും എല്ലാം കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതാണ് റൂം. ഞാൻ എന്തായാലും റൂം എടുത്തത് കാണിച്ചില്ല. മീൻസ് 6000 രൂപയ്ക്കുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. റൂം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല റൂമാണ്. ഞാൻ പറഞ്ഞ മുതൽ കണ്ടില്ലേ, രക്ഷയില്ലാത്ത മുതലാണ്. അത് കിടന്ന് ഓടുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. റൂം 6000 രൂപയ്ക്ക് സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം ഇതുവരെ ഫുഡ് വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിച്ച് നമുക്ക് എന്തായാലും ഒരു 4:50 നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഏകദേശം 4:50 ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. മെയിനായിട്ട് എൻ്റെ കുട്ടീനെ ഒന്ന് കിടത്തി ഉറങ്ങണം. അതാണ് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ അടുത്ത പ്ലാൻ. ബാക്കിയുള്ള കാര്യങ്ങൾ വഴി കാണാം. കുറച്ച് ടൈം നമ്മുടെ ഹോട്ടൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളുടെ ബാക്കിൽ കാണുന്ന പുള്ളിക്കാരനാണ്, നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ടെർമിനലിലോട്ട് പോവാണ്. ടെർമിനൽ നമ്പർ 2 ആണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ലണ്ടൻ ഫ്ലൈറ്റിൽ. നമ്മൾ ആ ടെർമിനൽ നോക്കിയിട്ടാണ് പോകുന്നത്. മുംബൈയിലെത്തിയ ശേഷം സെയിം നമ്മുടെ കൊച്ചിയിലെ പോലെ തന്നെ ഇമിഗ്രേഷൻ്റെ എല്ലാ തരത്തിലുള്ള ചെക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എത്തിയ ടൈമിൽ തന്നെ ബോർഡിങ്ങിനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എയർ ഇന്ത്യയുടെ ബോയിങ് ഫ്ലൈറ്റിലാണ്. അവിടുത്തെ ഫുഡ് വന്നു. ഫുഡ് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല ഫുഡായിരുന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ട്രൈ ചെയ്ത എൻ്റെ ഭാര്യയും കുട്ടിയും ഒന്ന് പകച്ചു. എങ്കിലും ഒടുവിൽ എൻ്റെ മോളതെടുത്ത് കഴിച്ചു തുടങ്ങി. കുട്ടികളെ കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്തും അതായത് താഴുന്ന സമയത്തും എല്ലാം ചെവിയിൽ നല്ല രീതിയിലുള്ള പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ചെവി കോട്ടൺ വെച്ച് കവർ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. മോളെന്തായാലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അതൊട്ടും തന്നെ ദഹിക്കുന്നുമില്ല, കഴിക്കാനൊട്ടും സാധിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. കയ്യിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫുഡ് കരുതുകയാണെങ്കിൽ നല്ലതായിരുന്നു തൽക്കാലം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴുള്ള ആ എയർ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഫുഡ് നമ്മളെന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉമിനീര് ഇറക്കുന്ന സമയത്ത് എയർ ലോക്കായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അതൊക്കെ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായത്, എന്നെയൊക്കെ റിജക്റ്റ് ചെയ്ത രാജ്യത്തിൻ്റെ തലപ്പത്തുകൂടി തലയിലൂടെ പറന്നു പോകുന്ന അല്ലെങ്കിൽ മേലെ കൂടെ പറന്നു പോകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒന്നും പറയാനില്ല. എന്നെ റിജക്റ്റ് ആക്കിയ രാജ്യത്തിൻ്റെ മുകളിലൂടെ പറന്നുയരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് നമുക്ക് 1-2 പ്രാവശ്യം വിസ റിജക്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തോറ്റ് പിന്മാറേണ്ട ഒരു തരത്തിലുള്ള ആവശ്യമില്ല. ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. വിജയം ഉറപ്പാണ്. നിങ്ങൾ നല്ല സ്വപ്നമാണ്, നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാനൊരു ഉദാഹരണമായിട്ട് തന്നെ നിങ്ങൾ കാണുക. ഫ്ലൈറ്റ് യാത്ര വളരെ ബോറിംഗായി തോന്നിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഫുഡും കാര്യങ്ങളും കഴിച്ചൊന്ന് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ വളരെ വളരെ ബോറിംഗ് ആയിട്ട് ഒന്ന് തോന്നും. എനിക്കും തോന്നി. ഫുഡൊന്നും കുഴപ്പമില്ല, നല്ല ഫുഡ്. അതുപോലെ തന്നെ ഞാൻ നോൺ വെജ് ഓർഡർ ചെയ്തു, വൈഫ് വെജ് ഓർഡർ ചെയ്തു. നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നല്ല പനീർ ടിക്കയും അതേപോലെ തന്നെ ചിക്കൻ, നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഉള്ള ഒരു ഫുഡ്, നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടിയത് കഴിക്കാനായിട്ട്. അങ്ങനെ ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അതിനൊപ്പം തന്നെ എൻ്റെ
ഒരു വലിയൊരു ദീർഘകാല സ്വപ്നവും കൂടിയാണ് പൂവണിയുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഒടുവിൽ വെയിറ്റ് ചെയ്ത് നമ്മളെ സ്വപ്ന ഭൂമിയിലോട്ട് ലാൻഡ് ചെയ്യുകയാണ്. എനിക്കൊരു വാശിയാണ്, എന്നെ റിജക്റ്റ് ചെയ്ത രാജ്യങ്ങളിലൂടെ ഞാൻ ഒരു പ്രാവശ്യം എന്തായാലും വരുന്നു. അത് പൂർത്തീകരിക്കാനായിട്ടാണ് ഞാൻ UK വന്നിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവും, ഷെങ്കൻ വിസ എടുത്ത്. എന്നിട്ട് അവിടെ ഓരോ കൺട്രിയിലും എന്നെ റിജക്റ്റ് ആക്കിയ കൺട്രിയിൽ ഞാൻ പോയിട്ട് ഞാൻ വിളിച്ച് പറയും, എന്നെ നിങ്ങൾക്ക് റിജക്റ്റ് ആക്കിയില്ലടാ ഇല്ലേ, എന്നിട്ട് ഞാനും വന്നു എന്ന് പറയും ഉറപ്പായിട്ടും. ഇതൊരു സ്വപ്നമാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ലണ്ടനിലോട്ട് അടുത്തിരിക്കുകയാണ്. നല്ല വിഷ്വൽസാണ്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും. പക്ഷേ നമ്മളുടെ കൊച്ചി എത്തുന്ന, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കൊച്ചി എത്തുന്ന ഒരു സന്തോഷം അത് ഇവിടെ ഇല്ല. കാരണം അത് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ് നാട്ടുകാരെ കാണാനായിട്ട്. പക്ഷേ ഇവിടെ നിന്ന് അവരെയൊക്കെ വിട്ടു വരുന്ന ഒരു വിഷമം എപ്പോഴും മനസ്സിലുണ്ട്. എങ്കിലും ഈ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഫാനാണ്, പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനിയുള്ള വ്ളോഗുകൾ മാക്സിമം ഞാൻ അതേപോലെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ലണ്ടൻ ഹീത്രൂയിലോട്ട് ലാൻഡ് ചെയ്യുകയാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. ഹായ്, അപ്പോൾ ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഹീത്രൂ എയർപോർട്ടിൽ. നമ്മൾ വളരെയധികം പേടിച്ചു. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മീൻസ് അവിടെ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തന്നെ നമുക്കത് പാസ്സായിട്ട് വരാനേ പറ്റി, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചോദിച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും അതുപോലെ ആൻസർ കൊടുക്കാനും പറ്റി. പിന്നത്തെ കേസ്, പിന്നെ നമ്മൾ അങ്ങനെ ഹീത്രൂ എയർപോർട്ടിൽ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അപ്ഡേറ്റുകൾ പറയാനുള്ളത്. ഒന്ന്, രണ്ട് കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് ബുക്ക് ചെയ്യണം. അത് ഇവിടെ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലും നമ്മളുടെ കൊച്ചി എയർപോർട്ടിലും അതുമാത്രമല്ല മുംബൈ എയർപോർട്ടിലൊക്കെയാണ് വളരെയധികം ചെക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഇൻ്റർവ്യൂവിനെക്കാട്ടി കൂടുതൽ കൊച്ചി എയർപോർട്ടിലും മുംബൈയിലുമാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ കൊച്ചി എയർപോർട്ടിൽ പോകുന്ന കുട്ടികൾ, നിങ്ങൾ ട്യൂഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ അടക്കം കയ്യിലെടുത്ത് വയ്ക്കുക നിർബന്ധമായിട്ട് കേട്ടോ. ഇന്നലെ വന്ന കുട്ടികളുടെ അവിടെ എത്തിയിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പേടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൊച്ചി എയർപോർട്ടിലെ ഇൻ്റർവ്യൂ മീൻസ് ഈ ഇമിഗ്രേഷൻ്റെ അവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നതിൽ ചിലവർക്കൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ എനിവേ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്ത് ഫൈനലി നമ്മുടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ കാര്യങ്ങളോട്ട് കിടക്കുകയല്ല മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോവുകയാണ്. ഓക്കെ, എന്തായാലും പൊളി സ്ഥലമാണ്. ഞാൻ വളരെയധികം പ്രകൃതിയെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പരിപാടി മിസ്സാവാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. ആ ഭൂപ്രകൃതി പുള്ളിയുടെ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്ന അതേ ഭൂപ്രകൃതി ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഇവിടേക്ക് ഒന്ന് ഇറങ്ങി അതിലൂടെ നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതാണ്. 2 ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ പോയി ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ വേഗം വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാഞ്ചസ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്ററിൽ റൂമും കാര്യങ്ങളും അക്കോമഡേഷനൊക്കെ എടുത്തിട്ടുണ്ട്. അക്കോമഡേഷൻ്റെ വീഡിയോ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോസ് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ട്രാവലുകൾ, നല്ല റോഡൊക്കെ നോക്കി, എന്ത് മനോഹരമായിട്ടുള്ള റോഡാണ്. വൻ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. യൂറോപ്യൻ ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ വിൻ്ററാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മരങ്ങളിലും ഇലകളില്ലാതെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഓട്ടവും അതേപോലെ തന്നെ സമ്മറെല്ലാം വളരെ മനോഹരമാണെന്നാണ് കേട്ടിരിക്കുന്നത്. 2 സൈഡിലും നല്ല കൃഷിയിടങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് ഇടയ്ക്ക് ചെമ്മരിയാടും കൂട്ടങ്ങളെ കാണാം. അതേപോലെ തന്നെ ചെറിയ ഫാം ഹൗസുകളും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ്. മരങ്ങളെല്ലാം തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് ഇലകളെല്ലാം കൊഴിച്ച് നിൽക്കുകയാണ്. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളിലൂടെ നമ്മളുടെ അക്കോമഡേഷൻ മാത്രമല്ല, UK ആദ്യത്തെ ട്രാവൽ വ്ളോഗ്, UK യു ഡ്രീംസിൻ്റെ ആദ്യത്തെ വ്ളോഗാണിത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. മാക്സിമം ഞാൻ വിഷ്വൽസ് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു ലൈഫിൽ തന്നെ മറക്കാനാവാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും വിട്ടു പോകാതെ തന്നെ ഞാൻ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ ഭൂപ്രകൃതിയും നിങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഫാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇനി കൂടുതൽ വീഡിയോസ് ഞാൻ അതേ പുള്ളിയുടെ ചാനലിലെ വീഡിയോസ് പോലെ തന്നെ ഞാൻ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാഞ്ചസ്റ്ററിൽ നമ്മുടെ അക്കോമഡേഷൻ അങ്ങോട്ട് പോകുന്ന വഴിയിൽ അത്യാവശ്യം നല്ല വിശപ്പ് തോന്നി. അപ്പോൾ വിശപ്പിന് ചെറുതായിട്ട് തടയിടാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോവാം. മെക്ഡിയിൽ കയറിയിട്ട് സംഭവം കുഴപ്പമില്ല, നൈസല്ല. ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും നോക്കാം, കാര്യങ്ങളൊക്കെ വഴിയെ മനസ്സിലാക്കി പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ബ്രോനെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ബ്രോനെ പരിചയപ്പെടുത്താൻ ഇതാണ് UK വീടുകൾ. ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീടുകൾ. നല്ല അടിപൊളിയായിരുന്നല്ലേ. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് മാഞ്ചസ്റ്ററിലെ. വളരെ നല്ലൊരു ഏരിയ ആണ്. ഇവിടുന്ന് നമ്മുടെ മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നല്ലൊരു യൂണിവേഴ്സിറ്റി, നല്ലൊരു ഏരിയ, അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ ഏരിയ. നമുക്ക് നോക്കാം ഇവിടുത്തെ വീടുകളുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി നമുക്ക് കാണാനായിട്ടാവും ഇതിനകത്ത്. കണ്ടു നോക്കാം. റോഡിലെ ട്രാഫിക് വളരെയധികം ഒന്നുമില്ല, എങ്കിലും ട്രാഫിക് സിഗ്നലുകളെല്ലാം പക്കയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടികളില്ലെങ്കിൽ കൂടി തന്നെ ട്രാഫിക്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം റൂൾസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ്റെ തൊട്ടടുത്ത് എത്താറായി. ഈ ഒരു ഏരിയ എനിക്ക് വളരെ ഇഷ്ടമായി. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാറ്റാണ് കൂടുതൽ. നല്ലൊരു ക്ലൈമറ്റായിട്ട് തോന്നി. അക്കോമഡേഷൻ കണ്ടു കഴിഞ്ഞാൽ ചാടി വീണി കിടന്നുറങ്ങാനുള്ള മൂഡിൽ വേഗം ഓടി അക്കോമഡേഷനിൽ അടുത്തോട്ട് എത്താറായി. പെട്ടെന്ന് തന്നെ അക്കോമഡേഷനകത്ത് കയറി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ മാഞ്ചസ്റ്ററിലെ അക്കോമഡേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ എത്തി, പക്ഷേ എത്തിയ സമയത്ത് തൊട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു. അക്കോമഡേഷനകത്ത് ബ്ലാങ്കറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അതിനിടയിൽ ലാൻഡ് ലോഡിനെ കണ്ടുപിടിക്കേണ്ടി വന്നു. ലാൻഡ് ലോഡ് നല്ലൊരു മനുഷ്യൻ, ശ്രീലങ്കക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കുഴപ്പമില്ലാത്തൊരു അക്കോമഡേഷൻ, 3 ബെഡ്റൂമാണ്. ഈ അക്കോമഡേഷൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഈ അക്കോമഡേഷനിൽ ആർക്ക് വേണമെങ്കിലും വരാം. ഞാനിപ്പോൾ കൂടുതൽ നാളൊന്നും ഇവിടെ നിൽക്കുന്നില്ല, ഞാനിവിടെ നിന്ന് മാറും. അപ്പോൾ അക്കോമഡേഷൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൗസ് ടൂർ ഒരു പ്ലാൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം. എനിവേ, സക്സസ്ഫുള്ളി നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പതിയെ കിടക്കാം. അപ്പോൾ വീഡിയോസ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് വളരെയധികം ഹോം സിക്കാണ് ഞാനിപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എത്ര നാളും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. എനിവേ, എന്തായാലും ഞാൻ ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോകൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തമോ വിഷ്വലായത്.